പാകിസ്ഥാൻ വളരെ പാപ്പരാണ്, പാകിസ്ഥാൻ എക്കോണമി. പക്ഷെ പാകിസ്ഥാൻ ആർമി ഈസ് ഫിൽത്തി റിച്ച്. അവരെല്ലാം ഇൻവെസ്റ്റ്മെന്റ് അമേരിക്കയിലും ഇംഗ്ലണ്ടിലും ഒക്കെയാണ്. അപ്പൊ ഇത് അമേരിക്ക വിചാരിച്ച പാകിസ്ഥാൻ അനങ്ങില്ല. ട്രംപിന് റഷ്യ അല്ല നമ്പർ 1 എനിമി, ട്രംപിന് ചൈനയാണ് നമ്പർ 1 എനിമി. ബംഗ്ലാദേശിന് ഇന്ത്യ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഈ ബംഗ്ലാദേശ് ഒരു മസ്കിറ്റോയാണ്. മസ്കിറ്റോ, പക്ഷെ ലോകത്തിൽ ഏറ്റവും അധികം ആളുകളെ കൊല്ലുന്നത് ജീവി മസ്കിറ്റോയാണ്, കടുവയും മുതലയൊന്നുമില്ല. നമസ്കാരം. ലോക പോലീസ് എന്ന് സ്വയം അവകാശപ്പെടുന്ന അമേരിക്കയിൽ വലിയൊരു രാഷ്ട്രീയ മാറ്റത്തിന് കളമൊരുങ്ങുകയാണ്. ഡൊണാൾഡ് ട്രംപ് 4 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം വൈറ്റ് ഹൗസിലെത്തുമ്പോൾ ഇന്ത്യക്ക് എന്താണ് പ്രതീക്ഷിക്കാനുള്ളത്? അതേക്കുറിച്ച് വിശദമായി സംസാരിക്കാൻ നമ്മോടൊപ്പം അതിഥിയായി ചേരുന്നു റിട്ടയർഡ് SP ശ്രീ വി ഗോപാൽകൃഷ്ണൻ. വെൽക്കം സർ, വെൽക്കം ടു ഇന്റർവ്യൂ. വന്ദേ മാതരം. സർ, നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ഡൊണാൾഡ് ട്രംപ്. 4 വർഷത്തെ ഒരു ചെറിയൊരു ഇടവേള, അതിനുശേഷം അദ്ദേഹം വീണ്ടും വൈറ്റ് ഹൗസിലെത്തുമ്പോൾ ഇന്ത്യക്ക് എന്താണ് പ്രതീക്ഷിക്കാനുള്ളത്? താങ്കളുടെ പക്ഷം. ഈ ഇദ്ദേഹം പറഞ്ഞ ഏറ്റവും അടുത്ത സുഹൃത്ത് ആണെന്നുള്ളതിൽ ഞാൻ വിയോജിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ പല കാരണങ്ങളുണ്ട്. പ്രധാന കാരണം, ഇപ്പം മോഡിജിയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്ററാണ്. ഇപ്പം ഇന്ത്യക്ക് ഏറ്റവും അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യമാണ്. ഇന്ത്യ ഇതിന് മുന്നെങ്ങും എത്താത്ത ഹൈറ്റ്സിൽ ഇന്ത്യയെ കൊണ്ടെത്തിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് ഡൊണാൾഡ് ട്രംപ്. എൻ്റെ ഒരു റിട്രോസ്പെക്ഷനിൽ 1947 മുതൽ 2025, ഇപ്പം തിങ്കളാഴ്ച ഡൊണാൾഡ് ട്രംപ് ചാർജ് എടുക്കും, അതുവരെയുള്ള കാലഘട്ടങ്ങളിൽ ഏകദേശം ഇദ്ദേഹം അടക്കം, ഡൊണാൾഡ് ട്രംപ് അടക്കം 14 US പ്രസിഡന്റുമാർ 1947 തൊട്ടുണ്ടായിരുന്നു. ഇതിൽ 6 പേര് റിപ്പബ്ലിക്കൻസും, ഡൊണാൾഡ് ട്രംപ് അടക്കം 7, മറ്റവർ ഡെമോക്രാറ്റ്സ് 7. ഇതിൽ ഡെമോക്രാറ്റ്സ് എന്നോ റിപ്പബ്ലിക്കൻസ് എന്നോ വേർതിരിവില്ലാതെ ഇന്ത്യയെ മാക്സിമം ഉപദ്രവിക്കുകയും വളരെ ചുരുക്കം സഹായിക്കുകയും ചെയ്തിട്ടുള്ള പ്രസിഡന്റുമാരാണ് ഉള്ളത്. അത് ഇന്ത്യയോടുള്ള ഒരു സ്ഥായിയായ വിരോധം കൊണ്ടല്ല. ഡീപ്പ് സ്റ്റേറ്റ് എന്ന് പറയുമല്ലോ, നമുക്കുണ്ട് ഡീപ്പ് സ്റ്റേറ്റ്, അമേരിക്കയ്ക്കുണ്ട് ഡീപ്പ് സ്റ്റേറ്റ്. ആര് പ്രസിഡന്റ് ആയിരുന്നാലും ആര് പ്രധാനമന്ത്രി ആയിരുന്നാലും ഡീപ്പ് സ്റ്റേറ്റ് വർക്ക് ചെയ്തേ പറ്റൂ. അപ്പോൾ ആ ഡീപ്പ് സ്റ്റേറ്റാണ് ഇന്ത്യയുടെ പോളിസി തീരുമാനിക്കുന്നത്. അവിടുത്തെ പ്രസിഡന്റുമാർ, USA പ്രസിഡന്റുമാർ ജസ്റ്റ് ഇങ്ങനെ അവിടെ എക്സിക്യൂട്ടീവ് ഓഫീസറായിട്ട് അവിടെ ഇരിക്കുന്നതേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ അല്ല സംഗതികൾ. ഡീപ്പ് സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ പെൻറ്റഗൺ, CIA, അവരുടെ അതർ ഇൻ്റലിജൻസ് ഏജൻസി, ഇങ്ങനത്തെ കുറേ ഏജൻസികളെല്ലാം കൂടെ ചേർന്നാണ് ഡീപ്പ് സ്റ്റേറ്റ്. അപ്പം ഡൊണാൾഡ് ട്രംപിനെ പറ്റി അദ്ദേഹം നമ്മുടെ അടുത്ത സുഹൃത്ത് അല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഡൊണാൾഡ് ട്രംപ് നമ്മുടെ മോഡിജി പോലെ ട്രൂ ബ്ലൂ പേട്രിയോട്ടാണ്. ട്രൂ ബ്ലൂ ഇന്ത്യനാണ്, മറ്റേ ആൾ ട്രൂ ബ്ലൂ അമേരിക്കനാണ്. അദ്ദേഹത്തിന് സ്ഥിരമായോ അസ്ഥിരമായോ ഒരു അങ്ങനെ ഒരു ഭയങ്കര സ്നേഹമോ കൺസിഡറേഷനോ ഒരു രാജ്യത്തോടും ഇല്ല. അമേരിക്കയുടെ വെൽഫെയർ, ഇപ്പം മോഡിജി ഇന്ത്യയുടെ വെൽഫെയർ എന്ന് വിചാരിക്കുന്ന പോലെ അദ്ദേഹത്തിന് അമേരിക്കയുടെ വെൽഫെയർ, അമേരിക്കയ്ക്ക് നഷ്ടമുള്ള ഒരു കാര്യവും ഡൊണാൾഡ് ട്രംപ് ചെയ്യില്ല. പിന്നെ എൻ്റെ കൂട്ടി വായിക്കേണ്ടത്, എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ, എൻ്റെ ഒരു അനാലിസിസിൽ 1947 തൊട്ട് റൂസ്വെൽറ്റ്, കെനഡി, ഇവരുടെ 2 പേർക്കും ശേഷമോ അല്ലെങ്കിൽ അവരെക്കാളുമോ ഏറ്റവും മിടുക്കനും ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു പൊളിറ്റീഷ്യനാണ് ട്രംപ്. സർ, ഇതിൽ ഇപ്പോൾ താങ്കൾ തന്നെ നേരത്തെ പറഞ്ഞു അമേരിക്കയുടെ താല്പര്യങ്ങളാണ് ട്രംപിൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ആകണം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഇലക്ഷൻ ക്യാമ്പയിൻ തന്നെ മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്നുള്ളതാണ്. അപ്പോൾ അമേരിക്കയെ വീണ്ടും പഴയ പ്രതാപത്തിലേക്ക് കൊണ്ടുവരാൻ, ഇടയ്ക്ക് വെച്ചെന്തോ ആ പ്രതാപം നഷ്ടമായി എന്നുള്ളതാണ് അമേരിക്കൻ ജനതയുടെ ഒരു പൊതുവികാരമായി പറയപ്പെടുന്നത്. ആ നഷ്ടമായ ആ ഒരു പ്രതാപം തിരികെ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുമ്പോൾ ഇന്ത്യയുടെ താല്പര്യങ്ങൾ എത്രത്തോളം സംരക്ഷിക്കപ്പെടും, അല്ലെങ്കിൽ ഇന്ത്യക്ക് ഏതെങ്കിലും തരത്തിൽ അത് ദോഷകരമായി മാറാനുള്ള സാധ്യതയുണ്ട്? എസ്പെഷ്യലി ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ കുറേ നാളുകളായിട്ട്
$ഡോളറിന് അഗെയിൻസ്റ്റ് ആയിട്ട് രൂപയുടെ മൂല്യം ഇടിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ വീണ്ടും ആ ഒരു പഴയ പ്രതാപത്തിലേക്ക് ഇദ്ദേഹം തിരികെ കൊണ്ടുവരികയാണെങ്കിൽ ഡോളർ കൂടുതൽ സ്ട്രെങ്തൻ ആവുകയും നമ്മുടെ ഇന്ത്യൻ റുപ്പി വീണ്ടും ദുർബലമാവുകയും ചെയ്യും. അത് നമ്മുടെ രാഷ്ട്രത്തിന്റെ സാമ്പത്തിക സ്ഥിതിക്ക് അത്ര ഭൂഷണമാകില്ല. ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യക്ക് ഇതൊരു ഭീഷണിയാകുമോ? അതായത് മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ വരുമ്പോൾ ഇന്ത്യക്ക് ഏതെങ്കിലും തരത്തിൽ തിരിച്ചടി ഉണ്ടാകുമോ എന്നതാണ് ചോദ്യം. ഇപ്പോൾ അനീഷ് ഇപ്പോൾ പറഞ്ഞ കാര്യം രണ്ടായിട്ട് എടുക്കണം. ഒന്ന്, ഡിവാല്യൂഷൻ ഓഫ് വീക്കനിങ് ഓഫ് ഇന്ത്യൻ കറൻസി. പിന്നെ ഉള്ളത് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യക്ക് ഭീഷണിയായി വരും. അങ്ങനെയല്ലേ? മേക്ക് അമേരിക്ക സ്ട്രോങ്ങർ എന്നുള്ളത്. ഇന്ത്യൻ കറൻസി വീക്കനാവുന്നത് പിന്നെ ഡൊണാൾഡ് ട്രംപുമായിട്ട് അങ്ങനെ ഒരു ഡയറക്റ്റ് ഇതില്ല. എന്തുകൊണ്ടാണ് ഒരു രാജ്യത്തിൻ്റെ കറൻസി വീക്കാവുന്നത് എന്ന് പറഞ്ഞാൽ, ഇപ്പം 2008 45 രൂപയായിരുന്നു $1. ഇപ്പോൾ അത് 86 ആയി. അത് പല കാരണങ്ങളുണ്ട്. പ്രമുഖ കാരണങ്ങളെന്ന് പറയുന്നത്, ഒന്ന് നമ്മുടെ ഈ രൂപ വീക്കാവുമ്പം ഇന്ത്യൻ എക്സ്പോർട്ട് ടു അതർ കൺട്രീസ് പ്രൊമോഷനാവും, ബൂസ്റ്റ് ചെയ്യും എന്നാണ് പറയുന്നത്. പക്ഷെ ഇതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അത് പല പല കാരണങ്ങളുണ്ട്. പ്രമുഖ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഇതിനകത്ത് ഇന്ത്യക്കകത്ത് ഇൻഫ്ലേഷൻ വരുന്നുണ്ട്. ഇൻഫ്ലേഷൻ്റെ റേറ്റ് കൂടുമ്പോഴാണ് നമ്മുടെ ഇത് കുറയുന്നത്. പിന്നെ നമ്മുടെ എക്സ്പോർട്ട് കുറയുന്നു. ഇപ്പോൾ നോക്കൂ, ജപ്പാൻ്റെയും യെൻ, ഇറ്റലിയുടെയും ലീറ, ഇത് രണ്ടും നമ്മുടെ ഏകദേശം എനിക്ക് തോന്നുന്നു ഇന്ത്യയെക്കാളും സംശയമാണ്, ഇന്ത്യൻ രൂപയെക്കാളും യെന്നും ലീറയും കുറവാണോ ഡോളറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പറയേണ്ടിയിരിക്കുന്നു. പക്ഷെ അവർക്ക് വലിയ പ്രശ്നമില്ല. എന്താണെന്ന് കഴിഞ്ഞാൽ അവരുടെ എക്സ്പോർട്ട് ടോപ്പിലാണ്. ജപ്പാൻ്റെ എക്സ്പോർട്ട് മേ ബി 3rd ബിഗസ്റ്റ് ഓർ 4th ബിഗസ്റ്റ്, സംടൈംസ് ഇപ്പോൾ കാറിൻ്റെ കാര്യത്തിൽ നമ്പർ 1. അപ്പോൾ അവരുടെ എക്സ്പോർട്ട് ഇങ്ങനെ കൂടിയിരിക്കും. ഇത് യെന്ന് കുറഞ്ഞിരുന്നാലും അതുപോലെ തന്നെ ഇറ്റലിയുടെ. അതുകൊണ്ട് അവർക്ക് അവരുടെ എക്കോണമിക്ക് ഇമ്പാക്റ്റ് വരുന്നില്ല. പക്ഷെ നമുക്ക് ഇമ്പാക്റ്റ് വരും. നമ്മളെ എക്സ്പോർട്ട് കൂടി ബൂസ്റ്റ് ചെയ്യിക്കാനുള്ള പരിപാടികൾ ചെയ്തില്ലെങ്കിൽ അത് ഒരു പക്ഷേ ഡൊണാൾഡ് ട്രംപ് വരുന്നതിന് മുമ്പ് തന്നെ USA ഡീപ് സ്റ്റേറ്റ് ചെയ്യുന്ന ഒരു പരിപാടി ആയിരിക്കാം. എന്ന് പറഞ്ഞാൽ ഇന്ത്യ കൂടുതൽ എക്സ്പോർട്ട് ചെയ്യട്ടെ. കാര്യം നമ്മൾ ഈ ഉദാഹരണം ഹാർലി ഡേവിഡ്സൺ ബൈക്കിനൊക്കെ 20% 30% ഞാൻ ഉദാഹരണം പറഞ്ഞ ടാരിഫ് വെച്ചിരിക്കുക. അപ്പോൾ ടാരിഫൊക്കെ കുറച്ച് നമ്മളിങ്ങോട്ട് കൂടുതൽ സാധനം, അമേരിക്കയുടെ സാധനം കൂടുതൽ വാങ്ങിക്കട്ടെ, ഇങ്ങനെ പല ഉദ്ദേശങ്ങളാണ്. പിന്നെ മേക്ക് അമേരിക്ക സ്ട്രോങ്ങർ, ഗ്രേറ്റ് അഗെയിൻ, അത് ചോദിച്ചു കഴിഞ്ഞാൽ അത് എല്ലാ പ്രസിഡന്റുമാരും 1947 തൊട്ട് ഞാൻ പറഞ്ഞില്ലേ 14 USA പ്രസിഡന്റുമാരും അവരുടെ എല്ലാം ലക്ഷ്യം അത് തന്നെയാണ്. അവരൊരിക്കലും ഡൗൺ ആയിട്ടില്ല. അതിനോട് എനിക്ക് വിയോജിപ്പുണ്ട്. USA ഒരിക്കലും ഡൗൺ ആയിട്ടില്ല. എത്രയോ 1947 തൊട്ട് നോക്കിക്കോളൂ, US എക്കോണമി ഈസ് നമ്പർ 1. ഇപ്പം എനിക്ക് തോന്നുന്നു 24 or 25 trillion ആണ് അവരുടെ ടോട്ടൽ അവരുടെ GDP. പിന്നെ അവർക്ക് ചില ഹിക്കപ്പുകളുണ്ടായി, തിരിച്ചടികളുണ്ടായി. ഉദാഹരണം 2001 മറ്റേ നമ്മുടെ ബില്ലാദിൻ്റെ ആക്രമണം, അങ്ങനെയൊക്കെയുള്ള ചില തിരിച്ചടികളുണ്ടായെങ്കിലും അവരിപ്പോഴും ടോപ്പ് തന്നെയാണ്. അപ്പം പിന്നെ അനീഷ് പറഞ്ഞ ഒരു കാര്യം ശരിയാണ്. ഒരു കാരണവശാൽ ഇനി മോഡിജി ഇനി എത്ര അനിയനായിരുന്നാലും എത്ര ക്ലോസ് ആയിരുന്നാലും ഇനി മോഡിജിക്ക് പകരം വേറെ ആരും ഇവിടെ വന്നാലും, നിങ്ങളോ ഞാനോ ഇവിടെ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ആയാൽ പോലും ഡൊണാൾഡ് ട്രംപ് ഒരു കാരണവശാലും അമേരിക്കയെ വിട്ടുള്ളൊരു കളിയില്ല. എന്ന് പറഞ്ഞാൽ അദ്ദേഹം നാളെ വോട്ടേഴ്സിനെ ഫേസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഡെമോക്രാറ്റ്സ് ചോദിപ്പിക്കും, നിങ്ങളുടെ പീരീഡിൽ എന്ത് ഗുണമുണ്ടായി അമേരിക്കയ്ക്ക്. അപ്പോൾ അത് അദ്ദേഹത്തിന് ആൻസർ ചെയ്യണമുണ്ട്. അദ്ദേഹം അമേരിക്കൻ ഗുഡ്സ് നമ്മൾ മാക്സിമം ഇന്ത്യ വാങ്ങിക്കണം. ഇപ്പോൾ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അപ്പം ഇന്ത്യയും അമേരിക്കയും ഡീപ് സ്റ്റേറ്റുകൾ അത് ആലോചിച്ച്, ഉദാഹരണം ഇപ്പം ജനറൽ എൻജിൻ GE അല്ലെങ്കിൽ ലോക്ഹീഡ് മാർട്ടിൻ, നമുക്കൊരു എൻജിനില്ല പ്ലെയിനിന്. എത്രയോ വർഷമായി, 30 വർഷമായിട്ടേ കാവേരി എൻജിൻ എന്നും പറഞ്ഞ് നമ്മൾ നടക്കുകയാണ്. ഒരു എൻജിനില്ല നമുക്ക്. അതില്ലാത്തതുകൊണ്ട് നമുക്ക് ചില പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ ചൈന 5th generation 6th generation ഒക്കെ നമുക്ക് 4.5 ജനറേഷൻ ഉള്ളൂ, ജനറേഷൻ ഫൈറ്റർ എയർക്രാഫ്റ്റേ ഉള്ളൂ. അപ്പോൾ നമുക്ക് GE എൻജിൻ അമേരിക്ക തരുമെങ്കിൽ ഓക്കെ,
ഹാർലി ഡേവിഡ്സന്റെ പുറത്തുള്ള ടാരിഫ് കംപ്ലീറ്റ് അങ്ങ് മാറ്റാം. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഗുണപ്പെടുന്ന രീതിയിൽ അത് ആലോചിച്ചിട്ട് വേണം തീരുമാനിക്കാൻ. ഇപ്പോൾ താങ്കൾ നേരത്തെ പറഞ്ഞൊരു കാര്യം, ഇൻഫ്ലേഷനാണ് ഈ രൂപയുടെ വിനിമയത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ ഒന്നെന്ന് താങ്കൾ പറഞ്ഞു. ഇപ്പോൾ ഇൻഫ്ലേഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എപ്പോഴും ഇൻഫ്ലേഷൻ ഡയറക്റ്റ്ലി ബാധിക്കുന്ന സംഗതികളാണ് യുദ്ധവുമായി ബന്ധപ്പെട്ടുള്ള കാര്യം. ഇപ്പോൾ കഴിഞ്ഞ 15 മാസമായിട്ട് ഇസ്രായേലും ഹമാസും തമ്മിലുള്ള യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതിപ്പോൾ ഒരു വെടിനിർത്തലിലേക്ക് എത്തിയിരിക്കുന്നു. ബൈഡൻ അത് ഔദ്യോഗികമായി കഴിഞ്ഞ ദിവസം പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇനി ട്രംപും അധികാരത്തിലേക്ക് വരുമ്പോൾ ആ പോളിസിയിൽ എന്തെങ്കിലും മാറ്റം, അതായത് ഹമാസ് ഇസ്രായേൽ വിഷയങ്ങളിലും അതുപോലെയുള്ള യുദ്ധമുഖത്തുള്ള അമേരിക്കയുടെ നയസമീപനങ്ങളൊക്കെ എത്രത്തോളം മാറ്റം ഉണ്ടാകാം? താങ്കളുടെ ഒരു സ്പെക്കുലേഷൻ എന്താണ്? ഇപ്പോൾ ഇന്നലെയും മിനിഞ്ഞാന്നും ആയിട്ട് പറയുന്നുണ്ട് വെടിനിർത്തലായി എന്ന്. പക്ഷെ എൻ്റെ ഒരു അനാലിസിസ് അത് ശരിയാവണമെന്നില്ല. പക്ഷേ ഞാനൊരു കീൻ ഒബ്സർവർ എന്നുള്ള നിലയ്ക്ക് പറയുകയാണ്, ഈ ട്രംപ് തിങ്കളാഴ്ച, നമ്മുടെ ഇന്ത്യൻ സമയം തിങ്കളാഴ്ച രാത്രി അടുപ്പിച്ചാണ് ചാർജ് എടുക്കുന്നത്. ഒന്നുകിൽ 19-ാം തീയതി ഇപ്പോൾ ഈ ട്രൂസ് എത്തിയെന്ന് പറയുന്നത് എഫക്റ്റിൽ വരുമായിരിക്കാം, തിങ്കളാഴ്ച അല്ലെങ്കിൽ ഞായറാഴ്ച രാത്രി അല്ലെങ്കിൽ തിങ്കളാഴ്ച തൊട്ട്. പക്ഷേ എന്നാൽ എൻ്റെ അനാലിസിസിൽ ബെഞ്ചമിൻ നെതന്യാഹുവും ട്രംപും തമ്മിൽ ഒരു ഭയങ്കര കെമിസ്ട്രിയാണ്. ഇപ്പം മോഡിജിയെക്കാളും കൂടുതൽ അടുപ്പം അവർ രണ്ടുപേരും തമ്മിലാണ്. അപ്പോൾ ഈ ബൈഡനും കമലയും ഞാൻ കണ്ടുപിടിച്ചിരിക്കുന്നത് ബെഞ്ചമിൻ നെതന്യാഹുവിനെ ഒരുപാട് ഉപദ്രവിച്ചു, സ്നബ് ചെയ്തു അവരുടെ ഭരണകാലത്ത്. അവർ രഹസ്യമായിട്ട് ഇറാനുമായിട്ട് ബാക്ക് ചാനൽ ഡിപ്ലോമസിയൊക്കെ ഉണ്ടാക്കിയത് ഇസ്രായേലിനറിയാം. അങ്ങനെ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഈ ഹമാസുമായിട്ടുള്ള ആ പ്രശ്നത്തിൻ്റെ മൂർധന്യത്തിൽ നിൽക്കുന്ന സമയത്ത് ബെഞ്ചമിൻ നെതന്യാഹു റെഫ്യൂസ് ടു ടോക്ക് ടു ബൈഡൻ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഐദർ ടു ബൈഡൻ ഓർ കമല. പിന്നെ മറ്റേ ഫോറിൻ സെക്രട്ടറി പേര് ഞാൻ മറന്നുപോയി, അദ്ദേഹം ജൂ അല്ലേ, അപ്പം അദ്ദേഹമായിട്ടായിരുന്നു കൂടുതൽ ഇൻട്രാക്ഷൻ. ഈ സോ ബെഞ്ചമിൻ നെതന്യാഹു ബിബി റെഫ്യൂസ് ടു ടോക്ക് ടു ദ അമേരിക്കൻ പ്രസിഡന്റ്. പിന്നെ വേറൊരു കാര്യം, നമ്മുടെ ട്രംപിനെ ചെയ്യാവുന്ന ഉപദ്രവങ്ങളെല്ലാം മാക്സിമം ചെയ്തു ബൈഡനും കമല ഹാരിസും. ബട്ട് ഞാൻ പറയും ഡീപ് സ്റ്റേറ്റ് ഒന്നും അവർ രണ്ടുപേരും അല്ല. ബൈഡൻ ഒരുപാട് മറവി ഒക്കെ ഉണ്ടല്ലോ, ഡെമൻഷ്യ ഒക്കെ ഉള്ളതുകൊണ്ട് അദ്ദേഹം ഒരു ഫുൾ ഫോഴ്സിലില്ല. അവർ ഈ ഡീപ് സ്റ്റേറ്റ് ഇപ്പം കഴിഞ്ഞ മാസം വരെയുള്ള അമേരിക്കയുടെ ഡീപ് സ്റ്റേറ്റ് ഒരുപാട് ഉപദ്രവിച്ചു. അതുകൊണ്ടാണല്ലോ ട്രംപിൻ്റെ പുറത്ത് 3 അസാസിനേഷൻ അറ്റംപ്റ്റാണ്. ആദ്യത്തെ അറ്റംപ്റ്റിന് അതായത് എന്തെങ്കിലും സംഭവിച്ചേനെ. അപ്പോൾ ഇതെല്ലാം ട്രംപിൻ്റെ മനസ്സിലുണ്ട്. അതുകൊണ്ട് ഈ ട്രൂസ് എനിക്ക് തോന്നുന്നില്ല അതിനു മുമ്പ് ഇതൊക്കെ ഡിക്ലെയർ ചെയ്തെന്നുള്ള സംഭവം അത് കറക്റ്റ് ഷേപ്പിലാവണമെങ്കിൽ തീർച്ചയായിട്ടും ഈ തിങ്കളാഴ്ചയ്ക്ക് ശേഷം അത് നടക്കുകയുള്ളൂ. പ്രിസണേഴ്സ് എക്സ്ചേഞ്ച് അടക്കം ട്രൂസ് എത്തും. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം റഷ്യ അവരെ സഹായിക്കുന്നില്ല, കുട്ടികളെ ഇറാനിപ്പം പഴയ പോലെ സഹായിക്കുന്നില്ല, ഇറാൻ പേടിച്ചിരിക്കുകയാണ്. അത് പറഞ്ഞാൽ കേട്ടില്ലെങ്കിൽ അത് ഇറാനെ അവർ മെയ്ഡ് ഇൻ സ്റ്റോൺ ഏജ്, ഇസ്രയേലും US കൂടെ ചേർന്ന് ബോംബ് ചെയ്ത് സ്റ്റോൺ ഏജിലേക്ക് ഇറാനെ തള്ളിവിടും. അതൊക്കെ ഇറാൻ അറിയാം. അപ്പം അതുകൊണ്ട് ഇറാനാണ് ഇവരുടെ ബാക്കിങ്. ഹമാസിൻ്റെയും ഹെസ്ബുള്ള തീർന്നു. അപ്പം തീരും. ബട്ട് ട്രംപ് ചാർജ് എടുത്ത് 1 മാസത്തിനകത്തോ 2 മാസത്തിനകത്തോ മാത്രമേ ഇത് കംപ്ലീറ്റ് ആവുള്ളൂ. മനസ്സിലായി സാർ. ഇപ്പോൾ യുദ്ധത്തിൻ്റെ കാര്യം പറയുമ്പോൾ ഇപ്പോൾ കഴിഞ്ഞ 15 മാസമായിട്ട് നടക്കുന്ന യുദ്ധത്തെക്കുറിച്ച് പറഞ്ഞു. അതിന് മുന്നേ തുടങ്ങിയ മറ്റൊരു യുദ്ധം ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുകയാണ്. ഉക്രൈൻ റഷ്യ വാർ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുകയാണ്. അപ്പോൾ അമേരിക്ക ഇതിൽ ഡയറക്റ്റായിട്ട് ഇൻവോൾവ് ആകുന്നില്ലെങ്കിലും നാറ്റോ സഖ്യത്തിന് എല്ലാവിധ പിന്തുണയും കൊടുത്തുകൊണ്ട് അതിൻ്റെ പിന്നിൽ തന്നെ അമേരിക്ക ഒരു ചാലകശക്തിയായിട്ട് നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ട്രംപ് അധികാരമേൽക്കുന്നതോടുകൂടി ഈ ഒരു യുദ്ധത്തിൽ അല്ലെങ്കിൽ ഈ ഒരു ഉക്രൈൻ റഷ്യ വാറിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു എന്താ പറയുക, ഒരു മയപ്പെടൽ അല്ലെങ്കിൽ ഒരു സമരസപ്പെടൽ ഏതെങ്കിലും രീതിയിൽ പ്രതീക്ഷിക്കാൻ സാധിക്കും? നോക്കൂ അനീഷ്, പിന്നെ നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരമായിട്ട് ഒറ്റ ആൻസറിൽ പറയാം. പക്ഷെ അങ്ങനെ പറഞ്ഞാൽ ശരിയാകില്ലല്ലോ. ഒരു ചെറിയൊരു ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ മനസ്സിലാക്കണം. 1991 ഗോർബച്ചോവും അന്നത്തെ US സ്റ്റേറ്റ് സെക്രട്ടറി ആരെന്നുള്ള ഞാൻ മറന്നുപോയി, അവരെല്ലാം ചേർന്ന് ഒരു തീരുമാനം എടുത്തിരുന്നു. ഗോർബച്ചോവിൻ്റെ അടുത്ത് വെച്ച് നിങ്ങളുടെ പ്രശ്നം എന്താണ്, ഈ നാറ്റോ ഞങ്ങൾ ഈസ്റ്റേൺ റീജിയനിലേക്ക് റഷ്യയിലോട്ട് വ്യാപിപ്പിക്കും എന്നാണോ? അല്ല, ഞങ്ങൾ ഒരിക്കലും അങ്ങോട്ട് വരില്ല, ഡോണ്ട് വറി,
ഞങ്ങളുടെ മിസൈലോ നാറ്റോ ഇൻഫ്ലുവൻസ് ആരെയും നിങ്ങളുടെ അയൽവക്ക ഈ USSRന്റെ പഴയ 15 രാജ്യങ്ങൾ സ്വതന്ത്രമാവുമല്ലോ, അവരെ ആരും ഞങ്ങൾ ചേർക്കുന്നില്ല, അതല്ലേ നിങ്ങളുടെ വറി, ഡോണ്ട് വറി, ഞങ്ങളത് ചെയ്യില്ല എന്ന് പറഞ്ഞു. പക്ഷേ പിന്നെ നമ്മൾ കണ്ടത് അവർ ഓരോരോ രാജ്യങ്ങളായിട്ട്, റഷ്യയുടെ 15 റിപ്പബ്ലിക് നേരത്തെ ഉണ്ടായിരുന്ന അത് ഓരോരോ രാജ്യങ്ങളായിട്ട് അവർ ചേർത്തു. പോളണ്ട്, ഇങ്ങനെ പല പല രാജ്യങ്ങളെ അവർ ചേർത്തു. അപ്പം റഷ്യ ഒന്നാമത് ഇദ്ദേഹമാണല്ലോ, പുടിനാണല്ലോ. അപ്പോൾ പുടിൻ പഴയ KGB ഓഫീസറായിരുന്നു. അദ്ദേഹം ഈസ് ഓൾസോ എ ട്രൂ ബ്ലൂ റഷ്യൻ. മോഡിജിയെ പോലെയോ അല്ലെങ്കിൽ നമ്മുടെ ട്രംപിനെ പോലെയോ അദ്ദേഹം ട്രൂ ബ്ലൂ റഷ്യനാണ്. റഷ്യയുടെ ഒരു ഇൻട്രസ്റ്റിനെതിരായിട്ട് അദ്ദേഹം നിൽക്കില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ മേക്ക് റഷ്യ സ്ട്രോങ്ങർ എന്നുള്ളതായിരുന്നു. അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ റഷ്യക്കൊരു പോർട്ട്, ഒരു വാം വാട്ടർ പോർട്ടില്ല. എല്ലാം അവരുടെ ബ്ലാക്ക് സീ ഫ്ലീറ്റ് എന്നൊക്കെ പറഞ്ഞാൽ അവിടെ എപ്പോഴും ഐസാണ്. മേ ബി 6 മാസം ഫ്രീ ആവും. അപ്പോൾ റഷ്യൻ നേവിയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് തന്നെ അവിടെയുണ്ട്, ബ്ലാക്ക് സീയിലെ മറ്റുമാണ്. അപ്പോൾ അവർക്ക് ഒരു നാളെ ഒരു വേൾഡ് സിനോറിയോ, വോർ സിനോറിയോ വന്നു കഴിഞ്ഞാൽ അവർക്കൊരു വലിയ ഡിസഡ്വാൻറ്റേജ്. ആക്വിലസ് ഹീലാണ് അവരുടെ സമുദ്രം. അപ്പോൾ അവർക്കൊരു വാം വാട്ടർ ഹാർബർ വേണം. അപ്പോൾ അവർ റഷ്യ നേരത്തെ ഈ ഉക്രൈൻ്റെ ചില ഭാഗങ്ങളും, ഉക്രൈൻ എന്ന് പറഞ്ഞാൽ പല റഷ്യയാണല്ലോ, എല്ലാം റഷ്യ, സോവിയറ്റ് അങ്ങനെ പറഞ്ഞാലും ശരിയാവില്ല. റഷ്യൻ ഓർത്തഡോക്സ് ചർച്ചിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് കീവിലാണ്. അവർ രണ്ടുപേരും ഓർത്തഡോക്സുകാരാണ്. എല്ലാം കോമൺ ആണ്, ഈവൻ ഭാഷ പോലും. പിന്നെ ഈ USA ആണ്, പിന്നെ ബൈഡൻ, ഐ വിൽ നോട്ട് സേ USA, ഡീപ് സ്റ്റേറ്റ് ആണ് ഈ റഷ്യയും അമേരിക്കയും തമ്മിൽ, ഉക്രൈൻ, റഷ്യ, അമേരിക്ക ഈ കോൾഡ് വാർ ഉണ്ടാക്കിയത് അവരാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ മര്യാദയ്ക്ക് സോവിയറ്റ് റഷ്യ ഇരിക്കുക. അപ്പോൾ ഇവരെന്താ ചെയ്യുമെന്ന് പറഞ്ഞാൽ ഉക്രൈനെ വിട്ട് പ്രൊവോക്ക് ചെയ്യുകയാണ് ചെയ്തത്. അപ്പം അവിടെ കൊണ്ട് ICBM വയ്ക്കാനും, നാറ്റോയിൽ ഇപ്പം ഞങ്ങൾ ഉക്രൈനെ ചേർക്കും എന്നൊക്കെ പറഞ്ഞപ്പോൾ റഷ്യക്ക് ഇപ്പം നമ്മുടെ ശ്രീലങ്കയിൽ ICBM വെച്ച, ചൈന ICBM വെച്ച, നേപ്പാളിൽ ICBM വെച്ച നമ്മൾ വിടുമോ? അതേപോലെ അവിടെ ICBM അല്ലെങ്കിൽ നാറ്റോ സഖ്യത്തിൽ ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ അതൊരു വലിയ പാരയാണ് റഷ്യക്ക്. അങ്ങനെ വന്നപ്പോൾ റഷ്യ ആക്രമിച്ചു ഉക്രൈൻ. അതാണ് ആക്ച്വലി സംഭവിച്ചത് ഏകദേശം 2 വർഷത്തിന് മുമ്പ്. പിന്നെ എല്ലാവരും നമ്മുടെ എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു നാച്ചുറൽ ഡൗട്ടാണ്, റഷ്യ ലോകത്തിലെ 2nd ബിഗസ്റ്റ് പവറാണ്, ഉക്രൈൻ ഒന്നുമില്ല, പൾവറൈസ് ചെയ്യാത്തെന്തോ ചെയ്യാൻ പറ്റില്ല. നമ്മൾ ശ്രീലങ്കയിൽ പോയി ഇന്ത്യൻ ആർമി പോയത് തമിഴ് പുലികളെ തോപ്പിക്കാൻ പറ്റാത്തതുണ്ടല്ലോ. അവർ നമ്മുടെ ബ്രദേഴ്സാണ്. തമിഴ്നാട്ടിലെ അവരുടെ സെയിം വംശമാണ്. അവിടെ കയറി ടാങ്ക് ഇറക്കി, എയർഫോഴ്സ് ഇറക്കി ബോംബ് ചെയ്യാൻ പറ്റില്ല. അപ്പം റഷ്യക്ക് ഉക്രൈൻ അങ്ങനെ നശിപ്പിക്കാൻ പറ്റില്ല. അപ്പം അവരിങ്ങനെ സോഫ്റ്റായിട്ട് ഒക്കെ നോക്കി. അപ്പോൾ ഉക്രൈൻ തിരിച്ചടിച്ചു. ഈവൻ റഷ്യ പറയുന്നത് ബ്രിട്ടീഷ് ഏജൻസ് അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഓഫീസേഴ്സ്, ബ്രിട്ടീഷ് ആർമിയിലെ എയർഫോഴ്സ് അവരെല്ലാം ഫീൽഡിലുണ്ടെന്നാണ് പറയുന്നത്. ഈ ഉക്രൈന് വേണ്ടി ഫൈറ്റ് ചെയ്യാനായിട്ട് പെട്ടെന്ന് അറിയാൻ നോക്കില്ല. ജർമ്മനിയിലേക്ക് പോകുന്ന ഒരു പൈപ്പുണ്ട് യുദ്ധകാലം തുടങ്ങിയ സമയത്ത്, ഗ്യാസ് പൈപ്പ്. അത് ഉക്രൈന് എക്സ്പ്ലോർഡ് ചെയ്യിക്കാൻ, സപ്പോർട്ടേജ് ചെയ്യാനുള്ള ടെക്നോളജി ഇല്ല. അത് ഈ ബ്രിട്ടീഷുകാരോ മറ്റോ, ജർമ്മൻസാണ് അത് കണ്ടുപിടിച്ചത്, ബ്രിട്ടീഷ് ഏജൻസാണ് അത് എക്സ്പ്ലോർഡ് ചെയ്തത്. എന്നിട്ട് പറഞ്ഞു കൊടുത്ത റഷ്യക്കാരാണ് എക്സ്പ്ലോർഡ് ചെയ്തത്. അപ്പം അതാണ് സിറ്റുവേഷൻ. ആവശ്യമില്ലാത്തൊരു വാറ് റഷ്യയെ കൊണ്ട് ഉണ്ടാക്കിച്ചതാണ്. പിന്നെ നിങ്ങൾ ചോദിച്ചതിൻ്റെ സ്പെസിഫിക് ആയിട്ട് അതിനുള്ള ആൻസർ എന്ന് പറഞ്ഞാൽ, ഡൊണാൾഡ് ട്രംപിന് റഷ്യയോട് ഒരു സ്നേഹമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ഏറ്റവും ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു അമേരിക്കൻ പൊളിറ്റീഷ്യനാണ് ട്രംപിന് കൂടെ നല്ല അഡ്വൈസേഴ്സ് ഉണ്ട്. അപ്പം ഞാൻ തന്നെ സത്യം പറഞ്ഞാൽ വിചാരിച്ചിട്ടുണ്ട് ഒരു 1.5 വർഷം 2 വർഷം മുമ്പ്, എന്തിനാണ് ഈ റഷ്യ അമേരിക്കയും തമ്മിൽ ഇങ്ങനെ യുദ്ധം ചെയ്യുന്നത്? എന്താണ് പ്രശ്നം? പണ്ട് അവർ കമ്മ്യൂണിസ്റ്റുകാരായിരുന്നു, ഇവർ ക്യാപിറ്റലിസ്റ്റാണ്. ഇപ്പം അതൊന്നും അല്ലല്ലോ. അപ്പോൾ ആവശ്യമില്ലാതെ ഒരു പവർഫുൾ എനിമിയെ എന്തിനാണ് ഉണ്ടാക്കുന്നത്? ഈ റഷ്യയും അമേരിക്കയും കൂടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അതെന്ത് നല്ലൊരു സംഗതിയാണ്. നമ്മൾ ഏറ്റവും അധികം അത് ബെനിഫിഷ്യൽ ആവുന്ന ഇന്ത്യ പോലുള്ള രാജ്യത്തിനാണ്. റഷ്യ അമേരിക്ക ഒന്നായി കഴിഞ്ഞാൽ പിന്നെ ഇന്ത്യക്ക് പ്രശ്നമില്ല. അപ്പം ട്രംപ് ആ രീതിയിലാണ് ആലോചിച്ചത്. ട്രംപിന് റഷ്യ അല്ല നമ്പർ 1 എനിമി.
ട്രംപിന് ചൈനയാണ് നമ്പർ 1 എനിമി. അപ്പം ട്രംപ് വന്നാൽ എനിക്ക് തോന്നുന്ന എൻ്റെ ഒരു കാൽക്കുലേഷനിൽ 3 monthsനകത്ത് പുടിനും ട്രംപും തമ്മിൽ ഒരുമിച്ചിരിക്കും. ദേ വിൽ മീറ്റ്. റഷ്യയും അമേരിക്കയും തമ്മിൽ യാതൊരു വിഷയവും ഉണ്ടാവില്ല. പിന്നെ ഇപ്പം തന്നെ പുടിൻ ട്രംപ് പറഞ്ഞുകൊണ്ട് ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തല്ലോ. സിറിയെന്ന് റഷ്യ അങ്ങ് ഒഴിഞ്ഞു കൊടുത്തു. അങ്ങനെയാണല്ലോ ആസാദ് വെളിയിലാകും. അപ്പോൾ അവിടെ അമേരിക്ക കയറി, അമേരിക്കയുടെ ആളുകൾ കയറി. ശരി, അതിന് പകരം നിങ്ങൾ ഉക്രൈനിൽ കടുപ്പിക്കരുത്, നിങ്ങൾ ICBM മറ്റേ ആയുധങ്ങളോ ഒന്നും കൊടുത്ത് ഉപദ്രവിക്കരുത് ഞങ്ങളെ എന്നാണ് പുടിൻ്റെ. അത് ഏകദേശം നടപ്പിലായി കഴിഞ്ഞു. നമ്മുടെ ശത്രു രാജ്യമായ പാകിസ്ഥാനും നമ്മളും തമ്മിലുള്ള ബന്ധം എത്രത്തോളം വഷളാണ്, എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് എല്ലാവർക്കും അറിവുള്ളതാണ്. പക്ഷേ ട്രംപ് വീണ്ടും ഒരു ടേം കൂടെ വരുമ്പോൾ ഇന്ത്യ പാക് റിലേഷൻ, അതിനിടയിൽ US-ന്റെ ഒരു സ്വാധീനം, അതിനെ എങ്ങനെ കാണുന്നു? ഈ പാകിസ്ഥാൻ 1947 വരുന്നത് തന്നെ MI6-ന്റെ ഒരു സ്കീമാണ്. ഇന്ത്യ ഒരു കാരണവശാലും രക്ഷപ്പെടരുത്, ഇന്ത്യയും പാകിസ്ഥാനും രണ്ടുപേരും രക്ഷപ്പെടരുത് എന്നുള്ള ഒരു സ്കീമിൻ്റെ ഭാഗമായിട്ടാണ് അത് വന്നത്. പിന്നെ 1970 തൊട്ട്, ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ പറയുന്നില്ല, ഏർലി 70s തൊട്ട് അമേരിക്ക, പാകിസ്ഥാൻ, ചൈന ഇവർ 3 പേരും കൂടെ ചേർന്നാണ് ഇന്ത്യയെ പണിഞ്ഞത്, ഭാരതത്തെ പണിഞ്ഞത്. ഇവിടെ ആര് ഭരിക്കുന്നു എന്നുള്ളതല്ല ഒരു വിഷയം. പക്ഷേ അതിൽ നിന്ന് നമ്മളെ ഇങ്ങനെ എന്താ പുറകെ നടന്ന് ഓടിച്ചിട്ടടിക്കുക എന്ന് പറഞ്ഞ പോലെയായിരുന്നു 2014 വരെ. 2014 നമ്മൾ എണീറ്റ് നിൽക്കാനും, ഇന്ത്യ എന്ന് പറയുന്നത് ഒരു മുറിവേറ്റ ജക്കാളല്ല എന്നും ഇങ്ങോട്ട് തന്നാൽ അങ്ങോട്ട് ഇരട്ടിയായിട്ട് തരുമെന്ന് നമ്മൾ പ്രൂവ് ചെയ്തത് 2014 തൊട്ടാണ്. ഈ USA എന്ന് പറയുന്ന ഒരു രാഷ്ട്രം, ഡീപ് സ്റ്റേറ്റ്, വിചാരിച്ചിരുന്നെങ്കിൽ 1998 പാകിസ്ഥാനിൻ്റെ അണുബോംബ് സ്ഫോടനം നടക്കില്ല, 2001 പാർലമെന്റ് അറ്റാക്ക് നടക്കില്ല. ഒരു ലോക ഹിസ്റ്ററി തന്നെ ഡെമോക്രസിയുടെ ശ്രീകോവിലായ ഇന്ത്യൻ പാർലമെന്റ് അറ്റാക്ക് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ടു മച്ച്. എന്നിട്ട് നമ്മൾ എന്തോ ചെയ്തു? നമ്മൾ ട്രൂപ്സിനെ ഇറക്കി വാറെന്ന് വിചാരിച്ചു. പക്ഷെ അപ്പോൾ അമേരിക്ക ഇടപെട്ട് രണ്ടുപേരും പിടിച്ചു മാറ്റി. പക്ഷെ ഇത് ആരാ ഈ പ്രശ്നം ഉണ്ടാക്കിയത്? ഡീപ് സ്റ്റേറ്റ് ഓഫ് USA പറഞ്ഞിരുന്നെങ്കിൽ മറ്റേ ഖാൻ ബോംബുണ്ടാക്കൂലായിരുന്നു. പിന്നെ അത് പൊട്ടിച്ചത് ഒരു പക്ഷേ ചൈനീസ് സയൻറ്റിസ്റ്റ് എല്ലാം കൂടെ വന്ന് നിന്ന് ചഗായ് ഹിൽസിൽ ചെയ്തതായിരിക്കാം. അപ്പം ഈ ചൈന, അന്ന് ചൈനയും USA-യും ഈ ചക്കപ്പഴം ഈച്ചയും പോലെയായിരുന്നു പാകിസ്ഥാനും. ഈ ചൈനയും അമേരിക്കയും കൂടെ ചേർന്നാണ് ഈ പാകിസ്ഥാനും ഇന്ത്യയും യുദ്ധം, ശത്രുത ഇത്രയും വർദ്ധിപ്പിച്ചത്. നമ്മൾ 2000 വാജ്പേയിജി പോയി പിന്നെ നവാസ് ജി ആയിട്ട് ചേർന്ന് കരാർ സമാധാന കരാറിന് നമ്മൾ ഒപ്പിടാൻ പോയത്. ക്യാമ്പ് ഡേവിഡ്, ഈജിപ്തും ഇസ്രായേലും പോലെ. അതിനാരാ പാരവെച്ചേ? മുഷറഫ്. ആരാ മുഷറഫിന് ഇന്ധനം കൊടുത്തത്? പിന്നെ അന്നത്തെ ഡീപ് സ്റ്റേറ്റ് USA-യും ചൈനയും. അല്ലെങ്കിൽ അന്ന് സമാധാന കരാർ ഒപ്പിട്ടേനെ നമുക്ക് ഇന്ത്യയും പാകിസ്ഥാനും ഇതിപ്പോൾ ഈജിപ്തും ഇസ്രായേലും നിൽക്കുന്ന പോലെ നിന്നേനെ. അപ്പം ഈ അമേരിക്കൻ അനുഗ്രഹാശസ്സുകൾ ഉണ്ടെങ്കിൽ മാത്രമേ പാകിസ്ഥാൻ ശത്രുത വടിയുള്ളൂ. ഇപ്പോൾ അമേരിക്ക കണ്ണുരുട്ടിയാൽ മാത്രം മതി. അതിൻ്റെ കൾമിനേഷൻ എന്ന് പറയുന്നത് അമേരിക്കയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ അറ്റാക്കാണ് മറ്റേ പ്ലെയിൻ മുഹമ്മദ് അത്ത കൊണ്ട് പ്ലെയിൻ ഇടിച്ചത്, എക്സ്പോർട്ട് ചെയ്തത്. അതിലെ പ്രതിയെ ഒബാമയുടെ ഭരണകാലത്ത് പിടിച്ചിട്ട് അബത്താബാദിൽ പാകിസ്ഥാൻ ആർമിയുടെ കെയർ ഓഫിൽ ഉണ്ടായിരുന്ന പിടിച്ച് കൊന്നിട്ട് ഞാൻ വിചാരിച്ച് പിന്നെ പാകിസ്ഥാനെ ഇപ്പോൾ റെഡിയാക്കുന്നു. ചെയ്തില്ല. വീണ്ടും അവർ പാകിസ്ഥാനെ F-16 സ്പെയർ പാർട്സും മറ്റൊന്നും മറിച്ചത്. പാകിസ്ഥാനെ എപ്പോഴും മടിയിലിരുത്തി കൊഞ്ചിക്കുകയാണ്, മോളിക്കോഡിലിംഗ് നടത്തുകയാണ് അമേരിക്കയും ചൈനയും. അമേരിക്ക പറഞ്ഞെങ്കിൽ ചൈനയും ഒന്നും മിണ്ടൂലായിരുന്നു പാകിസ്ഥാന്. പക്ഷെ അങ്ങനെയല്ല നടന്നത്. പക്ഷെ ഇനി പഴയ പരിപാടി നടക്കില്ല. ട്രംപിന് വ്യക്തമായ പ്ലാനുകളോടാണ് വരുന്നത്. പിന്നെ പാകിസ്ഥാൻ്റെ ഏറ്റവും വലിയ സഹായം എന്ന് പറഞ്ഞാൽ ചൈനയാണ്. അപ്പോൾ ചൈനയ്ക്ക് ഇപ്പോൾ പഴയ പോലെ പവറൊന്നുമില്ല. പിന്നെ പാകിസ്ഥാൻ അങ്ങനെ ഛിന്ന ഭിന്നമായി പോകും. അന്ന് അവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പക്ഷെ പാകിസ്ഥാൻ ആർമി ദേ ആർ ഫിൽത്തി റിച്ച്. നമ്മുടെ ഉദാഹരണം, ഒരു ബെൻസ് കാറിലാണ് അവിടുത്തെ മേജർ പോകുന്നത്, അലോട്ട് ചെയ്തിരിക്കുകയാണ്. നമ്മളെ അവിടുത്തെ മേജർ സ്കൂട്ടറില്ല, ഇപ്പം മാരുതി കാറിലായിരിക്കും പോകുന്നത്.
അത്രമാത്രം വെൽത്ത് അവരുണ്ടാക്കുന്നുണ്ട് ത്രൂ ഇല്ലീഗൽ മീൻസ്. അപ്പോൾ പാകിസ്ഥാൻ വളരെ പാപ്പരാണ്, പാകിസ്ഥാൻ എക്കോണമി. പക്ഷെ പാകിസ്ഥാൻ ആർമി ഈസ് ഫിൽത്തി റിച്ച്. അവരെല്ലാം ഇൻവെസ്റ്റ്മെന്റ് അമേരിക്കയിലും ഇംഗ്ലണ്ടിലും ഒക്കെയാണ്. മനസ്സിലായി. അപ്പൊ ഇത് അമേരിക്ക വിചാരിച്ച പാകിസ്ഥാൻ അനങ്ങില്ല, അത് ട്രംപാണ് തീരുമാനിക്കുന്നത്. മനസ്സിലായി. അമേരിക്ക വിചാരിക്കണം എന്നുള്ളതാണ് അതിൽ ക്രൂഷ്യൽ ആയിട്ടുള്ള ഫാക്ടർ. പക്ഷെ നമ്മളിപ്പോൾ നമ്മുടെ മറ്റൊരു ശത്രുരാജ്യത്തിന്റെ കാര്യമായി ഇപ്പോൾ പറഞ്ഞു. ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ചൈനയെ തൽക്കാലത്തേക്ക് ഒന്ന് വിട്ടുപിടിക്കുന്നു. ബിക്കോസ് ചൈന നമുക്ക് പറ്റിയൊരു, അല്ലെങ്കിൽ ചൈനയും നമ്മളുമായിട്ട് ഇപ്പോൾ ഒരു ഡയറക്റ്റ് ഫൈറ്റിന്റെ ഒരു സാഹചര്യം നിലവിലില്ല എന്ന് തന്നെ നമുക്ക് പ്രത്യാശിക്കാം. നേരെ ബംഗ്ലാദേശിലേക്ക് വന്നു കഴിഞ്ഞാൽ അപ്പോൾ അവിടെ അടുത്തിടെ ഉണ്ടായ രാഷ്ട്രീയ മാറ്റങ്ങളൊക്കെ താങ്കളും ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതിന്റെ പിന്നിൽ യുഎസിന്റെ നിർണായകമായ ഒരു ഇടപെടലുണ്ട് എന്നുള്ള വിവരങ്ങളൊക്കെ വരുന്നുണ്ട്. താങ്കൾ നേരത്തെ പറഞ്ഞ യുഎസിന്റെ ഡീപ് സ്റ്റേറ്റ് ഇതിന്റെ പിന്നിൽ കളിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്നു. ഇന്ത്യയുമായി നല്ല ബന്ധത്തിലായിരുന്ന ബംഗ്ലാദേശ് ഇപ്പോൾ ഇന്ത്യയുമായി കഴിഞ്ഞ കുറച്ച് നാളുകളായി ഉരസലിലാണ്. അപ്പോൾ അമേരിക്കയിൽ ഒരു ഭരണമാറ്റം വരുമ്പോൾ ഇന്ത്യ ബംഗ്ലാദേശ് റിലേഷനെ അത് എങ്ങനെ ബാധിക്കാം, അത് പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ബംഗ്ലാദേശിന് ഇന്ത്യ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഈ ബംഗ്ലാദേശ് ഒരു മസ്കിറ്റോയാണ്. മസ്കിറ്റോ, പക്ഷെ ലോകത്തിൽ ഏറ്റവും അധികം ആളുകളെ കൊല്ലുന്നത് ജീവി മസ്കിറ്റോയാണ്, കടുവയും മുതലയൊന്നുമില്ല. ഇപ്പം ബംഗ്ലാദേശിന് വേറെ പല ഉപദ്രവങ്ങൾ ഇന്ത്യക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ അതെല്ലാം ഇപ്പം ട്രംപ് ചാർജ് എടുക്കുന്നതോടെ അതെല്ലാം തീരും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ യൂനിസ്, അദ്ദേഹം വയസ്സുകാലത്ത് അവിടെ മര്യാദയ്ക്ക് ജീവിക്കുകയായിരുന്നു. ഈ യൂനിസ് ആരുടെ ആളാണെന്ന് പലർക്കും അറിയാം. യൂനിസ് ബിൽ ക്ലിൻ്റൻ്റെ ആളാണ്. ഇന്ത്യയെ ഏറ്റവും അധികം ഉപദ്രവിച്ചിട്ടുള്ള ഒരു US പ്രസിഡന്റാണ് ബിൽ ക്ലിൻ്റൺ. ബിൽ ക്ലിൻ്റണിൻ്റെ സ്വന്തം ബിനാമിയാണ് ഈ യൂനിസ്. യൂനിസിനെ പോയി വിളിച്ചുകൊണ്ട് വന്ന് ബംഗ്ലാദേശിൽ പോസ്റ്റ് ചെയ്തത് ഈ ഡീപ് സ്റ്റേറ്റ് ആണ്. പക്ഷേ നമ്മൾ നന്നായിട്ട് പഠിച്ചു പോയി പരീക്ഷയ്ക്ക്, പക്ഷെ ദൈവം ക്വസ്റ്റ്യൻ പേപ്പർ മാറ്റി എന്ന് പറഞ്ഞ പോലെ അവരുടെയൊക്കെ കഷ്ടകാലത്തിന് യൂനിസിൻ്റെയും അമേരിക്കയുടെ പഴയ ഡീപ് സ്റ്റേറ്റിൻ്റെയും കമലയുടെയൊക്കെ കഷ്ടകാലത്തിന് ട്രംപാണ് പ്രസിഡൻ്റായിട്ട് വരുന്നത്. അവരുടെ എല്ലാ കാൽക്കുലേഷനും തെറ്റി. ഇന്ത്യ നീ ചെയ്യേണ്ടത് ചെയ്തോടാ പറഞ്ഞെന്നാണ് ട്രംപ് പറഞ്ഞെന്നാണ് പറയുന്നത് ഇന്ത്യ അടുത്ത്. അപ്പം നമ്മളത് വളരെ ബുദ്ധിപൂർവ്വം ബംഗ്ലാദേശിനെ ഒതുക്കും. ഒന്നുമില്ല, നത്തിങ്, ഒന്നും സംഭവിക്കില്ല. ഇന്ത്യ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് അത് കൈകാര്യം ചെയ്യും. സാറിന്റെ പോയിന്റ് ക്ലിയർ ആണ്. ഏതായാലും അമേരിക്കയിൽ അധികാര കൈമാറ്റത്തിന് ഇനി ശേഷിക്കുന്ന ഏതാനും മണിക്കൂറുകളാണ്. അവിടെ എന്താണ് സംഭവിക്കുന്നത്, ലോകക്രമത്തിൽ എന്ത് മാറ്റങ്ങളാണ് വരുന്നത് എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. നന്ദി.